ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്നത്തെ ഈ പരിപാടിയിൽ പോലീസിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അവസരം ഒരുക്കി തന്ന അച്ഛനും അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റിക്കാർക്കും ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് തന്നെ വളരെ മനോഹരമായൊരു ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അതാണ്. അതായത് സൈബർ ലോകവും വർത്തമാന കാലവും അല്ലേ. മുൻകാലങ്ങളിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു അല്ലേ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്? ജസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ലാൻഡ് ഫോണുകളായിരുന്നു. ഒരു ഏരിയയിൽ ഒരു ഫോണേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഒരു ഫോൺ ഉണ്ടാവുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ, ദൂരത്തുള്ള ഒരാളിനെ വിളിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കാനോ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് മാറി എല്ലാ വീടുകളിലും ലാൻഡ് ഫോണുകൾ വന്നു. അതിനുശേഷം മൊബൈൽ ഫോൺ വന്നു. ശരിയല്ലേ? ഇപ്പം മൊബൈൽ ഫോണോ ഒരു വീട്ടിൽ ഓരോ മൊബൈൽ ഫോണാണോ ഉള്ളത്? അല്ല, എത്ര ആൾക്കാരുണ്ടോ അത്രയും മൊബൈൽ ഫോണുകൾ വീട്ടിലുണ്ട്. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടോ അത്രയും മൊബൈൽ ഫോൺ നമ്മളുടെ വീട്ടിലുണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇന്റർനെറ്റുമായിട്ട് അല്ലെങ്കിൽ സൈബർ ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. ശരിയല്ലേ? ഇന്റർനെറ്റിന്റെ കണ്ണിയാക്കുന്നത്, നമ്മളെ ആ ഇന്റർനെറ്റിലെ കണ്ണിയാക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പൊ ഈ മൊബൈൽ ഫോൺ ഫസ്റ്റ് നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ ഫോണിന്റെ സെക്യൂരിറ്റി, ഈ മൊബൈൽ ഫോണിലൂടെ നമുക്കൊരു ആക്രമണം ഉണ്ടാകാതെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ ഒരു ചതിയിൽ വീഴാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് യൂത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പ്രായമായിട്ടുള്ള ആൾക്കാരും അറിയണം. അപ്പൊ അതിനകത്ത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്നിപ്പോ ഇവിടെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർ അവർ പറയും, അല്ല യൂത്താണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്കത് ആവശ്യമില്ല, ഞങ്ങൾ ജസ്റ്റ് വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറയും. പക്ഷേ ഞാൻ ഇന്നിപ്പം നമ്മളുടെ ആലപ്പുഴ ജില്ലയിലെ സൈബർ സ്റ്റേഷനിൽ വരുന്ന പരാതികൾ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്, യൂത്തിനോടൊപ്പം തന്നെ പ്രായമായ ആൾക്കാരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് ഈ സൈബർ ചതിക്കുഴികളിൽ വീണുകൊണ്ടിരിക്കുന്നത്. നോർമൽ കേസിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകളായിരുന്നു. ശരിയല്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ഫേസ്ബുക്കോ അല്ലെങ്കിൽ ടെലിഗ്രാമോ വാട്സാപ്പോ ഒക്കെ, അതിലൂടെയൊക്കെ നിങ്ങളെ ഡിഫേസ്മെന്റ്, അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകളോ അങ്ങനെയൊക്കെയുള്ള ക്രൈമുകളായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വർത്തമാനകാലത്തിൽ ഇന്ന് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ് ക്രൈമുകളാണ്. അതായത് നമ്മുടെ പൈസ അടിച്ചു മാറ്റുന്ന ക്രൈമുകൾ. നമ്മളുടെ ഏറ്റവും കൂടുതൽ, ഞാൻ അത് തന്നെ ആ ടോപ്പിക്ക് തന്നെ അതിലേക്ക് തന്നെ വരാൻ കാരണം, നമുക്ക് ആലപ്പുഴ ജില്ലയിൽ ഒരാഴ്ചയിൽ നമുക്ക് കിട്ടുന്നത് 4 കോടി രൂപയുടെ പരാതിയാണ്. അതായത് ഒരാഴ്ചയിലെ ആവറേജ് ആണ് പറഞ്ഞത്, 4 കോടി രൂപ നമ്മളുടെ നഷ്ടപ്പെടുന്ന, നമ്മളുടെ ഒരു ജില്ലയിൽ നഷ്ടപ്പെടുന്ന പരാതിയായിട്ട് കിട്ടുന്നതാണ് 4 കോടി രൂപ. അപ്പം പരാതി കൊടുക്കാത്തവർ എത്ര പേരുണ്ടാവും? ഒരു മാസമാകുമ്പോൾ എത്ര കോടി രൂപ നമ്മളുടെ കയ്യിൽ നഷ്ടപ്പെടുന്നു. അപ്പൊ അത് എങ്ങനെ നഷ്ടപ്പെടുന്നു? അപ്പൊ അതിനകത്ത് പോകാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണിന് എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ വളരെ പെട്ടെന്നാണ്, കുട്ടികളാണെങ്കിലും പ്രായമായ ആൾക്കാരാണെങ്കിലും ഈ ഇന്റർനെറ്റിലേക്കും മൊബൈൽ ഫോണിലേക്കും കൂടുതലായിട്ട് ഇറങ്ങിയത് വളരെ പെട്ടെന്നാണ്. കോവിഡ് വന്നപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊന്നും നോക്കാതെ ചാടി ഇറങ്ങേണ്ടി വന്നു. നമുക്കറിയാം, ഒരു 2 വീലർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 വീലർ വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലൈസൻസ് ഉണ്ടാവണം. ശരിയല്ലേ? ഒരു ബൈക്ക് ഓടിക്കണേ അല്ലെ സ്കൂട്ടർ ഓടിക്കണേ നമുക്ക് ലൈസൻസ് വേണം. അപ്പൊ ലൈസൻസ് എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് തരുന്നത് എന്തിനാണ്? അതിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. റോഡിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ഇടതുവശം ചേർന്ന് പോകണോ വലതുവശം ചേർന്ന് പോകണോ, അല്ലെ വലത്തേക്ക് തിരിയുമ്പോൾ ഏത് സിഗ്നൽ ഇടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ മൊബൈൽ ഫോണുമായി ഇന്റർനെറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു നിയമമുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് 2000 തന്നെ നിയമം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2019 ഇന്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ 2000 തന്നെ നമുക്ക് നിയമം വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ IT ആക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിയമം അന്ന് തന്നെ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിയമത്തിൽ
നോർമൽ മറ്റ് നിയമങ്ങളിലൊക്കെ നമുക്ക് പെറ്റി കേസുകൾ അല്ലെങ്കിൽ ഫൈൻ അടച്ചിട്ട് നമുക്ക് കോടതിയിൽ നിന്ന് പോകാം. പക്ഷേ ഇവിടെ സൈബർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമായിരിക്കും ഏറ്റവും കുറഞ്ഞ ശിക്ഷ. നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന ഇപ്പൊ ഒരു ഡിഫമേഷൻ, ഒരാളിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ 3 വർഷം തടവാണ്. 3 വർഷം തടവ്. അപ്പൊ നമ്മൾ ചിന്തിച്ചോണം, മറ്റ് നിയമങ്ങളെക്കാൾ ശക്തമായ ഒരു നിയമമാണ് ഈ IT ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നമ്മൾ കടക്കുമ്പോൾ അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇന്റർനെറ്റിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നുള്ള നിലയിൽ ആ മൊബൈൽ ഫോണിൽ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം? നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിന് ലോക്കുകൾ ഇടാറുണ്ടോ? സ്ക്രീൻ ലോക്ക് ഇടാറുണ്ടോ? ഉണ്ടോ? യെസ്, എല്ലാവരും സ്ക്രീൻ ലോക്ക് ഇടാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മൾ എന്താണ് സുരക്ഷയായിട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഒരു മെയിൽ ID കൊടുക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം പ്രായമായ ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ലാവും. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ആ സ്മാർട്ട് ഫോണിനെല്ലാം ഒരു മെയിൽ ID നമ്മൾ കൊടുക്കാറുണ്ട്. മിക്ക സ്ത്രീകളോടും ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് മിക്ക സ്ത്രീകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെയിൽ ID അത് അന്ന് ആ കടയിൽ തന്ന ഷോറൂമിൽ നിന്ന് ആരോ അത് ചെയ്തു തന്നതാണ്, അല്ലെങ്കിൽ ഫോൺ ശരിയാക്കാൻ കൊടുത്തപ്പോൾ ആ പയ്യനാണ് അത് ശരിയാക്കി തന്നത്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിനകത്തുണ്ടോന്ന് സാധനം നോക്കെന്ന് പറയും. അപ്പൊ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ മെയിൽ ID ഉണ്ട്, ആ മെയിൽ ID ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പാസ്വേഡ് എന്താണ്? അയ്യോ, പാസ്വേഡും അയാൾ തന്നെയാണ് ചെയ്തത്. ഇതാണ് സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്. അതായത് തന്റെ ഫോണിലുള്ള മെയിൽ ID എന്താണെന്നറിയില്ല, പാസ്വേഡ് എന്താണെന്നറിയില്ല. അപ്പൊ ഇതിനകത്ത് ഞാനിതെടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മളുടെ മെയിൽ ID എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ടു മൊബൈൽ, അതായത് നമ്മളുടെ മൊബൈലിന് ഈക്വൽ ആണ് ഈ മെയിൽ ID എന്ന് പറയുന്നത്. നിങ്ങളുടെ മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ കോണ്ടാക്ട്സ് ഉണ്ടാവാം, നിങ്ങളുടെ ഗാലറി, നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ കോൾ ലിസ്റ്റ് ഉണ്ടാവാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലുണ്ടോ അതെല്ലാം മറ്റൊരിടത്തിരുന്ന് കമ്പ്യൂട്ടറിലൂടെ ഈ മെയിൽ ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ആ മെയിലിന് പ്രാധാന്യം ഉണ്ടോ? ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ മെയിൽ എന്താണ്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കോൺഫിഗർ ചെയ്തിട്ടുള്ള മെയിൽ എന്താണ്? ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഒരു Gmail ID ആയിരിക്കും, ആപ്പിൾ ഫോൺ ആണെങ്കിൽ ഒരു ആപ്പിൾ ID ആയിരിക്കും, മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് ID ആയിരിക്കും. ഒരു മെയിൽ ID എന്തായാലും ഫോണിന് വേണം. നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു മെയിൽ ID ഉണ്ടാവണം. ആ മെയിൽ IDയുടെ പാസ്വേഡ് കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ പാസ്വേഡ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ പാസ്വേഡിന് 2 സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വെരിഫിക്കേഷൻ ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്. അത് പലരും ചെയ്യാറില്ല. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, ഇതെടുത്ത് പറയാൻ കാരണം നമുക്ക് ധാരാളം കേസുകൾ വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഈ കേസുകൾ വരാനുള്ള കാരണമാണ് ഇത് ഞാൻ പറഞ്ഞു. 2 സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും കൂടെ അറിയുക. ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ മെയിൽ ID മറ്റൊരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ വേറൊരു ഡിവൈസിലോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അവിടെ നിങ്ങൾ യെസ് ഇത് ഞാനാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു OTP വരും. ആ OTP പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ മെയിൽ അങ്ങനെ സെക്യൂറായി, നമ്മൾ അറിയാതെ മറ്റൊരാൾ നമ്മളുടെ മെയിൽ ഓപ്പൺ ചെയ്യില്ല. മെയിൽ ഓപ്പൺ ചെയ്താലുള്ള ദോഷം എന്താണ്? നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു, നിങ്ങളുടെ കോണ്ടാക്ട്സിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഫോണിൽ നമ്മൾ കോണ്ടാക്ട്സ് ലിസ്റ്റ് ആഡ് ചെയ്യില്ലേ, ആ കോണ്ടാക്ട്സിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോസ്, നിങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോസ്, നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം ആ മെയിലിലൂടെ നമുക്ക് എടുക്കാനും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എടുക്കാൻ സാധിക്കും, ഇല്ല മറ്റൊരാൾക്ക് അത് എടുക്കാൻ സാധിക്കും. ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളുടെ ഫോട്ടോ പലയിടത്തും പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പലരും പരാതിയായിട്ട് വരും. എങ്ങനെയായിരിക്കും വരുന്നത്? എന്റെ ഫോൺ എന്റെ കയ്യിലിരിക്കുകയാണ്, എന്റെ ഫോണിലിടുന്ന ഫോട്ടോ എങ്ങനെയാണ് പുറത്തു വന്നത്? ഇങ്ങനെ വരാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളുടെ മൊബൈലിന്റെ സെക്യൂരിറ്റി മെഷേഴ്സിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാറ്റേൺ ലോക്ക് ഇടുക, അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ഏതാന്ന് വെച്ചാൽ ഫേസോ ഫിംഗറോ ഏതാന്ന് വെച്ചാൽ സ്ക്രീൻ ലോക്ക് ചെയ്യുക. ദെൻ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മെയിൽ ഐഡിയുടെ പാസ്വേഡ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് സ്റ്റേഷനിൽ വരുന്ന പരാതികൾ കൂടുതലും വരുന്നത് എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ Gmail അക്കൗണ്ട് ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്നു.
ഇതൊക്കെ ഹാക്ക് ചെയ്യാനുള്ള കാരണം ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്തിലൂടെ എടുക്കാൻ പറ്റും? ആ മെയിലിലൂടെ മറ്റൊരിടത്തിരുന്ന് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാം. നിങ്ങൾ പറയുന്നു ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു. ഹാക്ക് ചെയ്യൊന്നുമല്ല, അവന്റെ ബുദ്ധി കൊണ്ടാണ് അവൻ ചെയ്തത്, നിങ്ങളുടെ വീഴ്ച കൊണ്ടാണ് അവനത് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ബൈക്ക് ഓടിക്കാൻ നേരത്ത് ലേണേഴ്സ് ലൈസൻസ് എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നത് പോലെ നമുക്ക് ഇവിടെ ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കേണ്ട രീതി എന്തൊക്കെയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. മെയിൽ ID, അതുപോലെ തന്നെ സ്ക്രീൻ ലോക്ക്, പാറ്റേൺ ലോക്ക്, ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് ഞാൻ പറഞ്ഞ കാര്യം ഇത് ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് പുറത്തേക്ക് പോയാലും മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാലും നമുക്ക് ക്രൈമായിട്ട് വരും. അതായത് നിങ്ങളുടെ മൊബൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈബർ സ്പേസ് ആണ്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ധാരണയുണ്ടോ? സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ധാരണയുണ്ടോ? ഇല്ല. ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ അതിലെ കൺട്രോൾ ചെയ്യുന്ന ഉപകരണങ്ങൾ, ഇവയാണ് നമ്മൾ ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അതൊരു വിർച്വൽ ലോകമാണ്. നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ ഒരു ലിങ്ക് ഉള്ളത്, പക്ഷെ അവിടെ ഉണ്ട് എന്ന് മാത്രം നമുക്കറിയാം. അതിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സൈബർ സ്പേസിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഏതൊക്കെ സാധനങ്ങൾ നമ്മളെ കൂടാതെ ഉണ്ട് എന്ന് കൂടി നമ്മൾ അറിയണം. മനുഷ്യനല്ലാതെ അവിടെ മൊബൈലുകളുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉണ്ടാവാം. പിന്നെ IoT ഡിവൈസ്. IoT കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ TV-യിൽ പരസ്യം കണ്ടിട്ടുണ്ടോ? മോഹൻലാൽ ഒരു AC ഓൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഏത് AC-യാ? ലോയിഡ്. ലോയിഡ് AC ഓൺ ചെയ്യുന്ന TV-യിൽ നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അത് മോഹൻലാല് എറണാകുളത്ത് ഇറങ്ങി നിന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങി നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ AC ആണ് ഓൺ ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെ നിന്ന് AC ഓൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റർനെറ്റിലൂടെയാണ് AC ഓൺ ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റിലൂടെ ഓൺ ചെയ്യുന്ന AC എന്ന് പറയുന്ന ഒരു IoT ഡിവൈസ് ആണ്. അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ് എന്ന് പറയും. ഇന്റർനെറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് ആ AC എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ധാരാളമുണ്ട്. നമുക്കറിയാം ഡ്രോണുകൾ, അല്ലെ? ഡ്രോണുകൾ നമുക്ക് വൈഫൈയിലൂടെയല്ലേ ഡ്രോൺ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഡ്രോണിന് ഒരു റിമോട്ട് ഉണ്ടാവും. ആ റിമോട്ടിന്റെ നെറ്റ്വർക്കിനുള്ളിൽ മാത്രമേ ആ ഡ്രോൺ വർക്ക് ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ അതിന്റെ കൺട്രോൾ ഇല്ലാതെ പോകും. ഓക്കെ, അതെന്തായാലും ആയിക്കോട്ടെ, അതിന്റെ ബേസാണ്. നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം ഈ സൈബർ ലോകത്തെ ആ സുരക്ഷയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സുരക്ഷയുടെ പാർട്ടായിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കേസ് എനിക്ക് പറയാനുള്ളത്, മൊബൈൽ ഫോണുകൾ, നിങ്ങൾ സാധാരണ മൊബൈൽ ഫോണുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ, നോർമൽ കേസിൽ നമ്മൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ കൊണ്ടുവന്നിട്ട് പലരും സ്റ്റാൻഡ് മേടിക്കും. മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡുകൾ ഉണ്ടാവും. ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുക. ഒരു കാരണവശാലും നിങ്ങൾ റൂമുകൾക്കുള്ളിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ സൂക്ഷിക്കരുത്. അതിന് പറയാനൊരു ഇൻസിഡന്റ് കൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വന്ന ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു സ്ത്രീയുടെ പരാതിയായിരുന്നു. അവരുടെ ബെഡ്റൂമിലെ വിവരങ്ങൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോട്ടയം ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ പരാതി അനുസരിച്ച് നമ്മൾ അവരുടെ വീടുകളിലെല്ലാം പോയി നോക്കി. അതിനുശേഷം അവരുടെ ഓഫീസിൽ പോയി നോക്കി. അപ്പോൾ അതിനുശേഷം ഇവരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരിൽ വിളിച്ച് അവരുടെ ഓരോരുത്തരുടെയും ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് ഒരാളുടെ ഫോണിൽ നിന്ന് നമുക്ക് ഈ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കണ്ടു. ലിങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എല്ലാവർക്കും വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് വരാറുണ്ട്, ശരിയല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? ആ ഗുഡ് മോർണിംഗ് ഒന്ന് നോക്കും. നമ്മൾ ഗുഡ് മോർണിംഗ് ഒന്ന് നോക്കും, എന്നിട്ട് 10 പേർക്ക് കൂടി അത് അങ്ങ് ഫോർവേഡ് ചെയ്യും. സംഭവം ശരിയല്ലേ? ചെയ്യാറുണ്ടോ? കുറച്ചു പേരെങ്കിലും ചെയ്യാറുണ്ട്. ആ ഗുഡ് മോർണിംഗ് കണ്ടിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥന ഇതായിരിക്കും തരുന്നത്, അത് നമ്മൾ മറ്റു കുറച്ചു പേർക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഈ ലിങ്ക്, നമ്മൾ കാണാത്ത ഒരു ലിങ്ക് കൂടി ക്രിയേറ്റ് ചെയ്ത് വിടാം. അപ്പൊ ആ ലിങ്ക് ഈ ഫോണിൽ നമ്മൾ ആ ഗുഡ് മോർണിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ആവുകയാണ് പടത്തിനോടൊപ്പം തന്നെ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൂടി ആ പടത്തിൽ ഡൗൺലോഡ് ആവും. പുതിയ ഫോണുകളിൽ അപ്പോൾ നമ്മളോട് ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ പെർമിഷൻ ചോദിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും. കാര്യം വെച്ചാൽ ആ പടം കാണാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആണെന്ന് എഴുതിയിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ആയിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മളുടെ ഫോണിന്റെ ക്യാമറ, അതുപോലെ തന്നെ ഫോണിന്റെ സ്പീക്കർ, ഇതെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളുടെ കോൺടാക്ട്, ഞാൻ നേരത്തെ മെയിലിലൂടെ എടുക്കാമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മളുടെ ക്യാമറ ആക്സസ് ചെയ്യാം. കമ്പ്യൂട്ടറിലൂടെ
ആ ക്യാമറ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായിരുന്നു ആ സ്ത്രീക്ക് പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, അവരുടെ നമ്മളൊരാളിനെ വിളിച്ചു നോക്കിയപ്പോൾ അയാളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കണ്ടു എന്ന് പറഞ്ഞു. അയാളെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന പോലെ. അയാളെ വിളിച്ച് നമ്മളിഞ്ഞ് കൊണ്ടുവന്നു, ആലപ്പുഴ കൊണ്ടുവന്ന് അയാളെ ഫോൺ പരിശോധിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ ദൃശ്യങ്ങൾ അയാളുടെ ഫോണിൽ കണ്ടു. അതിനുശേഷം അയാളോട് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നതാണ് ഞാനിങ്ങനെ ഗുഡ് മോർണിംഗിന്റെ കൂട്ടത്തിൽ ആപ്ലിക്കേഷൻ വിട്ടു, അതിനുശേഷം അവരുടെ ക്യാമറ ആക്സസ് ചെയ്തു. അപ്പൊ ക്യാമറ ആക്സസ് ചെയ്താൽ നമ്മളുടെ പേഴ്സണൽ വിവരങ്ങൾ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ ക്യാമറ സൂക്ഷിക്കരുത്. അതായത് നമ്മൾ ഈ രീതിയിൽ ക്യാമറ അല്ലെ ഫ്രണ്ട് ക്യാമറ കിട്ടും, തിരിച്ചു വെച്ചാലും ബാക്ക് ക്യാമറ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഫോണുകൾ സൂക്ഷിക്കുമ്പോൾ കഴിവതും ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടേ നമ്മൾ വെക്കാവൂ. ഇല്ലെങ്കിലുള്ള കുഴപ്പം നമ്മളുടെ റൂമിലുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് ആണെങ്കിലും, ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനെറ്റിൽ കയറുമ്പോൾ ലാപ്ടോപ്പിന്റെ വെബ് ക്യാം, അതിപ്പോൾ പുതിയ ലാപ്ടോപ്പുകൾക്ക് വെബ് ക്യാം ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സ്ലൈഡർ ഉണ്ട്, അത് അടച്ചു വയ്ക്കാം. പഴയ ലാപ്ടോപ്പുകളാണെങ്കിൽ നമുക്ക് അതിന്റെ പുറത്ത് ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ആ ക്യാം അടച്ചു വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്യാം തുറന്നാൽ മതി. ഇല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളുടെ പിക്ചർ മറ്റൊരാൾ ക്യാപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ലാപ്ടോപ്പിൽ അത് കൂടുതലാണ്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് പറഞ്ഞ കാര്യം, ഇൻ കേസ് എന്തൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. പല ലിങ്കുകൾ ഒരു ദിവസം നമ്മൾ ക്ലിക്ക് ചെയ്യും, പല കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, അപ്പോൾ പല സൈറ്റുകളിൽ നമ്മൾ കയറുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. അപ്പൊ അതിലൂടെ നിങ്ങൾക്കൊരു ആപത്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കുമ്പോൾ ഈ രീതിയിൽ സൂക്ഷിക്കണമെന്ന്. ഇനി നമുക്ക് മറ്റൊരു കാര്യം, പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചു വന്ന കാര്യം ഇതാണ്, ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ്. ഫിനാൻഷ്യൽ ഫ്രോഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കുന്ന കേസുകൾ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് പോയിരിക്കുന്ന യൂത്ത്, അതായത് യുവജനങ്ങളുടെ കയ്യിൽ നിന്ന്, എല്ലാം അറിയുന്ന IT ടെക്നീഷ്യന്മാരുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ IT ഫീൽഡിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തുകകൾ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരുടെ കയ്യിൽ, അത് പ്രായമായ എന്ന് പറഞ്ഞാൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവര് ഈ റിട്ടയർഡ് പേഴ്സൺസ്, അവരുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ പോകുന്നതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾ അതിനകത്ത് വീടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്ന റൂട്ട് പറഞ്ഞുതരാം. സാധാരണ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? വാട്സപ്പ് ഉണ്ടാവാം, ടെലിഗ്രാം ഉണ്ടാവാം, ഫേസ്ബുക്ക് ഉണ്ടാവാം, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവാം, അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ. ഇൻസ്റ്റാഗ്രാമും ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആണ്, അവരുടെ ഫോൺ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. ആൺകുട്ടികളാണെങ്കിൽ ടെലിഗ്രാം ഉണ്ടാവും. നമ്മൾ നോക്കുന്നതാണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ടെലിഗ്രാം ആണെങ്കിലും നമുക്ക് അതിനകത്തോടെ നമ്മൾ സാധാരണ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു 50 രൂപ ഡെയിലി കിട്ടുന്ന ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾ വെറുതെ ഇരുന്ന് നമുക്ക് മൊബൈലിലൂടെ 50 രൂപയുടെ ജോലി ചെയ്യാൻ പറ്റിയ ചെയ്യില്ലേ? മണിക്കൂറിൽ 50 രൂപ വരുമാനം, ദിവസത്തിൽ 300 രൂപ, അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര രൂപ നേടാവുന്ന ജോലി, ഓൺലൈൻ ജോലികൾ എന്ന് പറയാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പലരും വീണിട്ടുമുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്, നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് IT ഫീൽഡിലെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഈ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് വെറുതെ ഇരിക്കുകയാണ്, കുഞ്ഞിനെ നോക്കി വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വന്ന കേസുകളിലെ കൊണ്ടാണ് ഞാൻ അനലൈസ് ചെയ്ത് പറഞ്ഞത്. അവര് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വീട്ടിലിരുന്ന് ഒരു ജോലി നോക്കാം. യൂത്താണ്, അപ്പൊ അവർക്ക് പെട്ടെന്ന് ഓൺലൈനായിട്ട് ഒരു ജോലി നോക്കാം. കാര്യം ഫോൺ കയ്യിലിരിപ്പുണ്ട്, ഹസ്ബൻഡ് ചിലപ്പോൾ വിദേശത്തായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കൂടി നോക്കാം എന്ന് കരുതിയിട്ട് ഇവർ പെട്ടെന്ന് ഇതിനകത്ത് ഓൺലൈൻ ജോബുകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യും. പല വെബ്സൈറ്റുകളും ഫേക്കാണ്, നമുക്ക് ഒറിജിനൽ വെബ്സൈറ്റ് ഏതാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ പലരും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്ത മെസ്സേജ് വരികയാണ്, ഇങ്ങനെ ജോബ് ഇൻട്രസ്റ്റിംഗ് കാണിച്ചിരുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ജോബുകളുണ്ടോ, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത്. ഉടനെ നമ്മളിത് ആവശ്യപ്പെട്ടിരിക്കുന്ന ആളാണ്, വെറുതെ സമയം കളയണ്ടല്ലോ, ഉള്ള സമയത്ത് 500 രൂപയെങ്കിൽ 500 രൂപ ഉണ്ടാക്കാം എന്ന് കരുതിയിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു, നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇനി അവർ നമുക്ക് പറയുന്നത് നെക്സ്റ്റ്, ഇപ്പോൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലിങ്ക് കിട്ടുന്നത്. അതിനുശേഷം അവർ നമ്മളോട് പറയുന്നത് ഇതിനുള്ള ഡയറക്ഷൻസ് നമുക്ക് ഒരു ടെലിഗ്രാം ചാനലിലൂടെ തരും എന്ന് പറയും. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്കറിയാമല്ലോ, ടെലിഗ്രാം അതിന്റെ ചാനലിലൂടെ തരും എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും,
ശരി, ഓക്കെ, നമ്മളൊന്നും കേൾക്കുന്നില്ല. നമ്മളെ ടെലിഗ്രാം ചാനൽ, ആ ടെലിഗ്രാം ചാനലിലേക്ക് കടക്കാൻ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നു. ജസ്റ്റ് അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ടെലിഗ്രാം ചാനലിലേക്ക് കടക്കുന്നു. ഉടനെ പിന്നെ നമുക്കൊരു ട്യൂട്ടർ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, നമ്മളെ ആ ജോലിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ജോലിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് 5 ടാസ്കാണുള്ളത്, 5 ജോലികളാണുള്ളത്. ഒരു ജോലിക്ക് 50 രൂപ വെച്ച് 5 ജോലിക്ക് 250 രൂപ, അങ്ങനെയുള്ള ഓരോരോ ടാസ്കുകളായിട്ടാണ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് 50 രൂപ. ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് ആർക്കും ചെയ്യാം. ജോലി പറയുന്നത്, നിങ്ങൾക്കൊരു വീഡിയോയുടെ ലിങ്ക് തരുന്നു, ആ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുന്നു. അതിനുശേഷം അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചെയ്യാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ഏതൊരാളെ കൊണ്ടും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി അവർ പറയുന്നുള്ളൂ. നിങ്ങളൊരു വീഡിയോ കാണുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവർ വീഡിയോ ലിങ്ക് അയച്ചു തരുന്നു, നമ്മൾ ഉടനെ ചെയ്യുന്നു. 5 എണ്ണം ചെയ്തു, 250 രൂപ. ഉടനെ അവർ നമുക്ക് മെസ്സേജ് ഇടുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ 250 രൂപയായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് അക്കൗണ്ടിലേക്ക് വേണോ അതോ കണ്ടിന്യൂ ചെയ്യുന്നു? എന്ത് ചെയ്യും നമ്മൾ? വളരെ എളുപ്പം ചെയ്യാവുന്നതല്ലേ. ഒന്നോടെ തന്നോളൂ എന്ന് പറയും. ഒരെണ്ണം കൂടി എടുക്കുന്നു, 250 രൂപയുടെ ഒരു ജോലി കൂടി ചെയ്യുന്നു, 500 രൂപ. അപ്പൊ ഇനി ഇത് വേണേൽ വിഡ്രോ ചെയ്യാം എന്നുള്ള കണക്കൂട്ടൽ നമ്മൾ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും. അവർ പൈസ അയച്ചു തരുന്നു, നമ്മൾ വാങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ്ലി 500, 1000, 2000, 3000, 4000, 30,000 വരെയൊക്കെ എത്തും. ഒരു 50,000-ന് താഴെ വരെ അവർ നമുക്കിങ്ങനെ പൈസ തന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഇവർ പറയും, നിങ്ങളിനി VIP ലെവലാണ്, നിങ്ങളിനി VIP ലെവലാണ്, നിങ്ങൾക്കിനി വലിയ വലിയ ടാസ്കുകളാണ് തരുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ 30,000 രൂപ വരെ ഇങ്ങോട്ട് കിട്ടിയ ഒരാൾക്ക് താല്പര്യമില്ലെന്ന് പറയുമോ? തീർച്ചയായിട്ടും പറയും, താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50,000-ന്റെ ടാസ്കുകളാണ് ഇനി ഉള്ളത്. 50,000-ന്റെ ടാസ്ക് എന്ന് പറയുമ്പോൾ 50,000 രൂപയുടെ 10 ജോലിയായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ എത്രയായി? 5 ലക്ഷം രൂപയായോ? 5 ലക്ഷം രൂപ നമ്മൾ അടച്ചാൽ മാത്രമേ, ആദ്യത്തെ 50,000 രൂപ അടയ്ക്കാൻ പറയും, 50,000 രൂപ നമ്മൾ അടയ്ക്കുന്നു, പ്രീപെയ്ഡ് ആകും. 50,000 രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 50,000 രൂപയ്ക്ക് അടച്ചതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ ഇരട്ടി പൈസയാണ്. 50,000-ന് നേരെ 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് നേരെ കാണിക്കുന്ന, അവരുടെ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നു 1 ലക്ഷം രൂപ. 50,000-ന്റെ ഒരു അടച്ചു, നമ്മളൊരു പണി ചെയ്തു, 1 ലക്ഷം രൂപ കാണിക്കുന്നു. വീണ്ടും അടുത്തത്. അപ്പൊ പറയും, നിങ്ങൾക്ക് ഇത് 5 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയും. ഓക്കെ, നോർമൽ നമ്മൾ ചെയ്ത അനുഭവമുള്ളതാണ്. നമ്മൾ 30,000 രൂപ വരെ ഇങ്ങനെ പല ടാസ്കുകൾ ചെയ്ത് പിൻവലിച്ചിട്ടുള്ളതാണ്. ഇട്ടുകൊടുക്കുകയാണ്, വീണ്ടും 1 ലക്ഷം ഇട്ട് കൊടുക്കുന്നു, വീണ്ടും 1 ലക്ഷം ഇട്ടു, 5 ലക്ഷം ഇട്ടു. 5 ലക്ഷം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിൻവലിക്കാൻ നേരത്ത് പറയുന്നു, അപ്പൊ 5 ലക്ഷം രൂപ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കുന്ന 10 ലക്ഷം രൂപയാണ്, ഇരട്ടി പൈസയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് വിഡ്രോ ചെയ്യാൻ നേരത്ത് പറയുന്നു, നിങ്ങളുടെ ലിമിറ്റ് 10 ലക്ഷത്തിന് മേലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ലക്ഷം രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അടുത്ത ഒരു ടാസ്ക് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്ത് ചെയ്യും നമ്മൾ? 5 ലക്ഷം രൂപ നമ്മളുടെ അങ്ങോട്ട് പോയി. ഇനി അത് പിൻവലിക്കണമെങ്കിൽ ടാക്സ് 2 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ അങ്ങോട്ട് 2 ലക്ഷം രൂപ കൊടുക്കുവോ അതോ അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമോ? നമ്മൾ ഈ പൈസ ഊരിയെടുക്കാൻ വേണ്ടി വീണ്ടും പൈസ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് 20, 30 രൂപ, 40 രൂപ, 5 ലക്ഷം രൂപ വരെ പോയ 50 ലക്ഷം രൂപ വരെ പോയ ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ട്. അത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. ഇന്നലെ കൂടി ഒരു കേസ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതെടുത്ത് പറയാൻ കാരണം. ഇന്നലെ കൂടി ഒരു കേസ് വന്നു, 22 ലക്ഷം രൂപയാണ് ആ പെൺകുട്ടി കൊടുത്തത്. അത് ഇതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞു, ജസ്റ്റ് വീട്ടിൽ വന്നു നിൽക്കുകയാണ്, ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് ഇറങ്ങിയതാ. ഓൺലൈൻ ജോബ് ചെയ്തു. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, എന്താണ് മോള് ചെയ്യുന്നതെന്ന് അമ്മയ്ക്കറിയില്ല. അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നപോലെ ഞാൻ ജോലി ചെയ്യുകയാണ്. അപ്പൊ ആദ്യത്തെ പൈസ വന്നു, അമ്മ വാങ്ങുന്നു, എല്ലാവർക്കും സന്തോഷം, ഹാപ്പിയായി. 37,000 രൂപ വരെ അവർക്ക് കിട്ടി. അതിനുശേഷം പൈസ കുറേശ്ശെ ഇവര് അടച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ 5 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ട് ഇവരെന്ത് ചെയ്തു? തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ആഭരണങ്ങൾ മേടിച്ച് പണയം വെച്ച് പൈസ അടയ്ക്കേണ്ട ഒരു സാഹചര്യം. പൈസ അടച്ചിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് സൈബർ സെല്ലിലേക്ക് വരുന്നു, സാർ ഇന്ന പോലെ 22 ലക്ഷം രൂപ എന്റെ പോയി. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് പറയാം, അവരെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് 22 ലക്ഷം രൂപ എടുക്കാൻ കയ്യിലില്ല, 3 സെന്റ് സ്ഥലം ഉള്ളു. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഈ പൈസ ഉണ്ടാക്കി കൊടുത്തത്? സാർ, അത് എന്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവൻ വിറ്റു. ഹസ്ബൻഡ് ഗൾഫിലാണ്, അദ്ദേഹം അയച്ചു തന്ന് മുഴുവൻ കൊടുത്തു. പിന്നെ അമ്മയുടെ സ്വർണം എടുത്ത് പണയം വെച്ചു, അടുത്തുള്ള ബന്ധുക്കളുടെ എല്ലാം മേടിച്ച് പണയം വെച്ചു. 22 ലക്ഷം രൂപ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇത്? അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇത്തരത്തിലൊരു നമുക്ക് ലിങ്ക് വന്നു, ഒരു ജോലി, നമ്മളുടെ പൈസയോടുള്ള അത്യാർത്ഥി കൊണ്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെന്ന് വീഴും. ഒരു ചെറിയ ഒരു ഇതിലാണ് വീഴുന്നത്, പക്ഷെ അവിടെ നിന്ന് നമ്മൾ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.
നമ്മളെ ആ ട്രാപ്പിലേക്ക് ഇടുകയാണ്. അത് കാരണം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാസ്കുകളിലോ ജോലികളോ ചെയ്യാനായിട്ട് നിങ്ങൾ മുതിരരുത്. നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാം. ഇത് ഇപ്പോഴും ഇന്നലെ കൂടി ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് ഞാൻ പറഞ്ഞത് 22 ലക്ഷത്തിന്റെ. അപ്പൊ ഇങ്ങനെ പല പല കേസുകൾ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇനി ഈ പൈസ പോകുന്ന കാര്യം കൂടി പറഞ്ഞുതരാം. പൈസ പോയാൽ നിങ്ങൾക്ക് കള്ളനെ പിടിച്ചാൽ പൈസ കിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം. പോലീസ് എന്തിനായിരിക്കുന്നതെന്ന് വന്ന് ചോദിക്കുന്ന പരാതി. സാർ, ഞാൻ 3 മാസമായി പരാതി തന്ന് ഇതുവരെ എനിക്ക് യാതൊരു മാറ്റവുമില്ല. ഇവിടെ പോലീസാണോ കുറ്റക്കാരൻ അതാ പരാതിക്കാരനാണോ കുറ്റക്കാരൻ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, പരാതിക്കാരൻ നമ്മളോട് കുറ്റം പറയുന്നു, ബാങ്കുകാർ തന്നില്ല അല്ലെങ്കിൽ പോലീസ് തന്നില്ല എന്ന് പറയുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം ബാങ്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തന്നെയാണ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇനി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോയി എന്ന് കരുതാം. നമ്മൾ പറയുന്നു ആ വേറൊരാളുടെ അക്കൗണ്ടിലേക്കാണ് 22 ലക്ഷം രൂപ പോയത്, നമുക്ക് പോയി നോക്കാം. നമ്മളുടെ ഈ അവിവേകം എന്ന് പറയാം, അതായത് മലയാളികളുടെ ഒരു ശ്രദ്ധയില്ലായ്മയാണ്. ഈ 22 ലക്ഷം രൂപ പോയത് 7 ഡിഫറന്റ് അക്കൗണ്ടുകളിലേക്കാണ്, 7 വ്യത്യസ്തമായ അക്കൗണ്ടുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഇതെങ്കിലും ശ്രദ്ധിക്കണ്ടേ? ഒരു കമ്പനി പറയുന്നു പൈസ ഇടാൻ പറയുമ്പോൾ 7 അക്കൗണ്ട് കൊടുക്കുമ്പോൾ 7 അക്കൗണ്ടിലേക്ക് എന്തിനാ പൈസ ഇടുന്നത്? അന്നേരമെങ്കിലും സംശയം തോന്നണ്ടേ നമുക്ക്? അതുമില്ല, 7 അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ ഈ കേസല്ല, അതിന് മുമ്പുണ്ടായ ഒരു 20 ലക്ഷത്തിന്റെ കേസിന് പോയപ്പോൾ നമുക്ക് മനസ്സിലായി അത് 5 അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ട് കൊടുത്തത്. അതിന്റെ അന്വേഷണം നമ്മൾ പൂർത്തിയാക്കിയതുകൊണ്ട് ഞാൻ പറയാം. അതിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം, 5 അക്കൗണ്ടിലേക്ക് പോയ പൈസ അവിടെ നിന്ന് ഉടനെ തന്നെ ആദ്യം പോയത് ICICI ബാങ്ക്. ജസ്റ്റ് ആ ചെന്ന ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് പല ബാങ്കുകളിലേക്ക് അത് മാറുകയാണ്. SBI, യെസ് ബാങ്ക്, IDBI, നമ്മൾ കേട്ടിട്ടില്ലാത്ത ധാരാളം ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളിലേക്കൊക്കെ ഈവൻ ഇസാഫ് ബാങ്ക് വരെ പോയിട്ടുണ്ട് പൈസ. ഇങ്ങനെ പല ബാങ്കുകളിലേക്ക് ഇവരെ മാറ്റി മാറ്റി കൊണ്ടുപോവാണ് പലരുടെ അക്കൗണ്ടിലായിട്ട്. അപ്പൊ ഇതൊരു വലിയൊരു ഗ്രൂപ്പാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഞങ്ങൾ ചെന്നൈയിൽ പോയി ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് കേട്ടുകഴിഞ്ഞാൽ, നമ്മളുടെ ഇവിടെ നിന്ന് പല ദരിദ്ര രാഷ്ട്രങ്ങളിലേക്കും, അതായത് കംബോഡിയ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് യൂത്തിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളെ, ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പലരും ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. മോൻ പോയി, നല്ല ശമ്പളമാണ്, 80,000 രൂപ ശമ്പളമുണ്ട്, അല്ല അങ്ങനെ നല്ല സാലറി ഉണ്ട്, വിദേശത്താണ് എന്ന് മാത്രം അറിയാം. നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല മകനെ എവിടെയാ പോയത്, എന്തിനാ പോയതെന്ന് ശ്രദ്ധിക്കാറില്ല. കൃത്യമായിട്ട് പൈസ അയച്ചു തരുന്നുണ്ട്, ഇത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷെ കംബോഡിയയിൽ നിന്ന് ഞങ്ങൾ ഈ അടുത്ത് ഒരാളിനെ റിക്കവർ ചെയ്തു. അയാൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് അവിടെ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അയാളെ വേറെ രീതിയിൽ ഇവിടെ വരുത്തി, അതായത് അയാളുടെ ചേട്ടൻ ആക്സിഡന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യിപ്പിച്ച് അവനെ ഇവിടെ വരുത്തി അന്വേഷിച്ചപ്പോൾ അവനെ വിളിച്ചു നിർത്തി ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, കംബോഡിയയില് ഇവനെ അവിടെ ഒരു ചൈനക്കാരൻ ഒരു വീടെടുത്തിട്ട് ഇവര് 40 പേര് ചേർന്നിട്ട് 40 കുട്ടികളെ, അതായത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ 40 പേരെ ഒരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 80,000 രൂപ ശമ്പളമുണ്ട്. വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ അയാൾ കൊണ്ട് കൊടുക്കും, ആ ഫോണിൽ നിന്ന് വിളിക്കണം. അവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി അവിടെ നിന്ന് മലയാളത്തിൽ സംസാരിക്കണം. എന്ത് സംസാരിക്കണം? നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, നമ്മളുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഇങ്ങനെ നിങ്ങളുടെ പ്രീ അപ്രൂവ്ഡ് ലോൺ സാങ്ഷൻ ആയി കിടക്കുന്നു, HDFC ബാങ്കിൽ അല്ലെങ്കിൽ ICICI ബാങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആയി കിടക്കുന്നു, ഉടനെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധാരണ SMS വരാറുണ്ട്, നിങ്ങളുടെ ഫോണിൽ SMS വരാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് നമ്മളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വെഹിക്കിൾ ലോൺ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ സാങ്ഷൻ ആയി കിടക്കുന്നു പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ശരിയല്ലേ? നോർമൽ നമ്മളുടെ ഫോണിൽ SMS വന്നാൽ നമ്മൾ നോക്കില്ലേ, ഇങ്ങനെ ഒരു പേഴ്സണൽ ലോൺ ബാങ്കിൽ നിന്ന് വരുന്നത്. നമുക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ആണെങ്കിൽ കൂടി നമ്മൾ ഉറപ്പായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്കില് അവൻ അവിടെ റെസ്പോൺസ് കിട്ടുവാണ്. SMS അയച്ചവന് റെസ്പോൺസ് കിട്ടും. ആ റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നോക്കി എന്നുള്ളത്. ഇത്തരം ക്ലിക്ക് ചെയ്തു, നമ്മൾ ഫോൺ വായിച്ചു, നമ്മൾ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കോൾ വരികയാണ്, സാർ ഇന്ന ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, സാറിന് ലോൺ എടുക്കണം താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ നോർമൽ നമ്മൾ എന്ത് പറയും? നമ്മൾ ആ SMS വായിച്ചു, പ്രീ അപ്രൂവ്ഡ് ആണെന്ന് പറയും, യെസ് ഓക്കെ. അല്ലെങ്കിൽ വേണ്ടാത്തവർ വേണ്ടാന്ന് പറയും. ചിലർ ഒരാവശ്യമില്ലെങ്കിലും പറയും ശരി ആയിക്കോട്ടെ എന്ന് പറയും. നോക്കും, ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് ഒരു സാറിന് എത്രയാണ് വേണ്ടത്. അപ്പൊ നമ്മളോട് പല സ്കീമുകൾ അവർ പറയും. അപ്പൊ 20 ലക്ഷം 30 ലക്ഷം അങ്ങനെ പല നമ്മൾ ബാങ്കിൽ പോയാൽ കിട്ടാത്ത ലെവലുള്ള സ്കീമുകളായിരിക്കും നമ്മളോട് പറയുന്നത്.
ഈ ഈ തുകകൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെന്ത് ചെയ്യും? ഈ ലോൺ സാങ്ഷൻ ആക്കി തരണമെങ്കിൽ നമ്മൾ ഇത്ര രൂപ അതിന് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇന്ന് 2-3 ലക്ഷം രൂപ ടാക്സ് വാങ്ങും. ഇങ്ങനെ നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേരെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവർക്കൊരു ടാർഗറ്റ് കൊടുക്കും. ഒരു ദിവസം നിങ്ങൾ ഇത്ര ലക്ഷം രൂപ ഇതേപോലെ വിളിച്ച് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അക്കൗണ്ടൊക്കെ അവർ കൊടുക്കും. ഇന്ന അക്കൗണ്ട് എന്നൊന്നും ഇല്ല, ഡിഫറെന്റ് പല ബാങ്കുകളുടെ അക്കൗണ്ട് അവൻ കൊടുക്കും. രാവിലെ ആ ചൈനക്കാരൻ, ഈ പയ്യൻ പറഞ്ഞതനുസരിച്ചിട്ട് ചൈനക്കാരൻ കുറച്ച് ഇത്ര ഒരടുക്ക് അക്കൗണ്ടും വാട്സപ്പ് നമ്പറുമാണ് കൊടുക്കുന്നത്. കുറച്ചധികം വാട്സപ്പ് നമ്പറുകൾ കൊടുക്കും. എന്നിട്ട് അതിലേക്കൊക്കെ വിളിച്ച് വൈകുന്നതിനുള്ളിൽ ഇത്ര രൂപ ടാർഗറ്റ് ഒപ്പിക്കുക. രൂപ 80,000 മാസം ശമ്പളം. ഒരു കുഴപ്പവുമില്ല, AC റൂമാണ്, ഭക്ഷണമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ കരുതും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ മലയാളിയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള ആരെങ്കിലും വിളിക്കുന്നത് നമ്മൾ കരുതും. അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാരണം, നമുക്ക് മലയാളത്തിൽ ഒരു ഫോൺ കോൾ വന്നു എന്ന് കരുതിയിട്ട് കേരളത്തിൽ നിന്നാണ് എന്ന് കരുതരുത്. ഇത്തരത്തിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ഞങ്ങൾ ചെന്നൈയിൽ പോയതുകൊണ്ട് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. ചെന്നൈയിൽ നിന്ന് ഒരു പ്രതിയെ പിടിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞ കേസാണ്. ഈ സിം അവിടെ അവനെ പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, അവന് പറഞ്ഞ ഒരു കേസ്, അവനോട് ഈ മലേഷ്യയിൽ നിന്നാണ് കംബോഡിയക്ക് പോയത്. അപ്പം അവനോട് ആവശ്യപ്പെട്ട ഒരു കേസ്, 5000 സിം കാർഡ് നീ എടുത്തു തരണം, നിനക്ക് ഒരു സിം കാർഡിന് 500 രൂപ വെച്ച് തരും. ഇതായിരുന്നു അവനോടുള്ള എഗ്രിമെന്റ്. 5000 സിം കാർഡ്. നമ്മളൊരു കടയിൽ ചെന്നാൽ 5000 സിം കാർഡ് കാണുമോ? ഇവിടെ കാണുകയല്ല. 5000 സിം കാർഡ് എടുത്തു കൊടുക്കണം. അപ്പൊ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം? 5000 സിം കാർഡിൽ വിളിക്കാനല്ല, 5000 സിം കാർഡ് വെച്ച് 5000 നമ്പറിലെ വാട്സപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വിളിക്കുക. അവിടെ നിന്ന് കംബോഡിയയിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നമ്മളുടെ സിമ്മിൽ വിളിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ ചെയ്യുന്ന പരിപാടി അവർ ചെയ്യുന്നത്, അവിടെ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കും ഈ സിമ്മിൽ, എന്നിട്ട് അതിലേക്ക് വിളിക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പം മലയാളത്തിൽ സംസാരിക്കുന്നത് കരുതിയിട്ട് ഒരു കാരണവശാലും നമ്മൾ മലയാളികളാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കേസ്, ഇത്തരത്തിൽ പൈസ പല ഡിഫറെന്റ് അക്കൗണ്ടുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. പല അക്കൗണ്ടുകളിലേക്ക് പോകുന്നു പറഞ്ഞു. നമ്മൾ ഈ അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു കൊടുത്തുകൂടിയ പരാതിക്കാരിക്ക് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ശരിയല്ലേ? ഒരാളുടെ പൈസ മോഷ്ടിച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ പോലീസ് പോയി അവിടെ പോയി പിടിച്ചു കൊണ്ടുവന്ന് പൈസ കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ നമുക്കത് നടക്കില്ല. നടക്കാത്തതിന്റെ കാര്യം, ഈ പൈസ ഒരു മനസ്സാവാശ ഒന്നും അറിയാമാത്ത ഒരാളുടെ കയ്യിലായിരിക്കും ചെല്ലുന്നത്. നമ്മളിവിടെ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വന്നിരുന്നു, ഒരാളിവിടെ ചപ്പാത്തി വാങ്ങാൻ 300 രൂപ കൊടുത്ത് അക്കൗണ്ട് ഫ്രീസായി പോയി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്തു. ഒരു കടയിൽ നിന്ന് ഒരാൾ വന്ന് ചപ്പാത്തി വാങ്ങിയിട്ട് 300 രൂപ കൊടുത്തു. അത് ഗൂഗിൾ പേ ചെയ്താണ് കൊടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി. ബാങ്ക് അക്കൗണ്ട് ഫ്രീസായെന്ന് പറഞ്ഞാൽ അത് ഗുജറാത്ത് പോലീസാണ് ഫ്രീസ് ചെയ്തത്. അതിനകത്തുനിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. അതിനകത്ത് പൈസ വന്നു കൂടും, പക്ഷെ അതിനകത്ത് പൈസ എടുക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് വന്ന ഒരു കേസാണത്. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി, ഞാനിങ്ങനെ ചപ്പാത്തി വിറ്റിട്ടാണ് ഈ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പുതിയ ഓർഡർ ഇട്ടിരിക്കുന്ന ഇപ്പം അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ട, ആ എമൗണ്ട് എത്രയാണോ വന്നത് അത് ഫ്രീസ് ചെയ്യാന്നുള്ള ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഗൂഗിൾ പേ ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നപ്പോൾ എന്തുകൊണ്ട് ഫ്രീസായി എന്ന് ചിന്തിക്കണം. ആ ഗൂഗിൾ പേ ചെയ്തയാളിന്റെ അക്കൗണ്ടിലേക്ക് അതായത് വിദേശ രാജ്യത്ത് നിന്ന് ഹുണ്ടിപ്പണമായിട്ട് വന്നിട്ടുള്ള പൈസ ആയിരുന്നു വന്നിരുന്നത്. അതായത് വിദേശത്ത് ഇപ്പൊ നമ്മളുടെ ആൾക്കാർ വിദേശത്തുണ്ടാവും. വിദേശത്തുള്ള ആൾക്കാർ അവിടെ ഒരുപാട് ഏജന്റുമാരുണ്ട്. നിങ്ങൾക്ക് പൈസ നാട്ടിലെത്തിക്കണമെങ്കിൽ ട്രാൻസാക്ഷൻ ഫീസ് വേണ്ട, പൈസ ഇവിടെ അടച്ചാൽ മതി. നമ്മളവിടെ അതായത് ഡോളർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ വന്നിട്ട് അതിനേക്കാൾ കൂടുതൽ എമൗണ്ട്, ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വീട്ടിലെത്തിച്ചു കൊടുക്കും എന്ന് പറയും. ഇങ്ങനെ കുറച്ച് ഏജന്റുമാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഏജന്റുമാർ അവിടെ നിന്ന് പൈസ വാങ്ങുന്നു, ഇവിടെ കൊണ്ടു കൊടുക്കും. കേരളത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണത്. അപ്പൊ പലയിടത്തും അത് മര്യാദക്ക് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന പൈസ ഇതുപോലെ ചതിച്ച പൈസയാണെങ്കിൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ലേ 5 ലക്ഷം ടാസ്കിൽ ഇട്ട പൈസയാണ് ഈ കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ആ വീട്ടുകാരന്റെ അക്കൗണ്ട് കൂടി ബ്ലോക്കായി പോകും. മനസ്സിലായോ? അപ്പൊ അയാൾ കൂടി ഇതിനകത്ത് പ്രതിയായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ അറിയാതെ, അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് വരാത്ത ഒരു പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസായി പോകും. കാര്യം ചെയ്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയാതെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എല്ലാ ബാങ്കിന്റെയും കോർഡിനേറ്റ്സ് ഒരു ടീമുണ്ട്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. അതിനകത്ത്
എല്ലാ ബാങ്കിലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ പൈസ വരുന്നത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അവർ ഫ്രീസായി പോകും. ഫ്രീസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരാതിക്കാരി എഴുതി കൊടുക്കണം, എനിക്ക് അക്കൗണ്ടുമായിട്ട് യാതൊരു പരാതിയുമില്ല എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അത് ഡീഫ്രീസ് ചെയ്ത് കൊടുക്കുള്ളൂ, പൈസ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താ അറിയോ, പലരും നമുക്ക് ചിലപ്പോൾ ATM-ന്റെ വാതിക്കൽ വന്ന് നിൽക്കും, നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായിരിക്കും. നമ്മൾ അവിടെ വെച്ചായിരിക്കും കാണുന്നത്, ചേട്ടാ ഞാൻ കാർഡ് എടുക്കാൻ മറന്നുപോയി, ഒരു 5000 രൂപ ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കും. കാർഡ് എടുക്കാൻ മറന്നുപോയി, നമുക്ക് ഫോൺ പേ ചെയ്തു തരാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തു തരാം, ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കും. നമ്മൾ വിചാരിക്കും ശരി പാവം അവിടെ വന്ന് കാർഡ് എടുക്കാൻ മറന്നുപോയായിരിക്കും, പൈസ ആയിട്ട് വേണം, ലിക്വിഡ് മണി ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ എടുത്തു കൊടുക്കും. അയാൾ എന്ത് ചെയ്യും, 5000 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇടും. പിറ്റേ ദിവസം നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. ഇയാളെ പിന്നെ നമ്മൾ കാണുകയില്ല. ഇങ്ങനെ ഒരുപാട് ഇൻസിഡന്റുകൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും അക്കൗണ്ടുകൾ അങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു, ഞാൻ ATM കാർഡ് എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ് തൽക്കാലം ചേട്ടന്റെ ഫോൺ പേയിലേക്ക് ഞാൻ പൈസ ഇട്ട് തരാം, അന്ന് ATM വഴി എടുത്തു തരാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ വന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും അതിനെ നിന്നു കൊടുക്കരുത്. അത് നമ്മൾ ATM കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്ന മറ്റു ഓപ്ഷനുകളുണ്ട്, അത് നോക്കിക്കൊള്ളാൻ പറയുക. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഈ രീതിയിൽ ട്രാൻസാക്ഷൻ സ്വീകരിക്കാതിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കേസ്. ഇനി ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ കേസ് നോർമൽ ജോലി അന്വേഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള തട്ടിപ്പുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഒരു ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഇത്ര രൂപ ഉണ്ടാക്കി, ഇത്ര രൂപ ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിനേക്കാൾ ഭീകരമായ ഒരു സൈഡ് കൂടിയുണ്ട്. അത് യൂത്തിനെ മാത്രം ബാധിക്കുന്നതാണ്. അതായത് ചെറുപ്പക്കാര്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള കേസാണ്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാകും ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ മണി കേട്ടിട്ടുണ്ടോ? നമ്മുടെ ലിക്വിഡ് മണികളെല്ലാം മാറി പുതിയ ഡിജിറ്റൽ മണി സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇന്ത്യ ഗവൺമെന്റും അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള മണി, അതിന്റെ ബാങ്കിങ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആൺകുട്ടികൾ കൂടുതലില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം ജസ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രേഡിങ്ങില് കോടികളാണ് പോകുന്നത് നമ്മുടെ. ഇപ്പൊ നമ്മളെ വിദേശത്തും, അപ്പൊ IT ഫീൽഡിലുള്ളവരുണ്ടാവാം, അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് പോയിട്ട് വന്നിട്ടവരുണ്ടാവും. അവരൊക്കെ ഈ ലിക്വിഡ് മണി, ക്രിപ്റ്റോ കറൻസി നേരെ ബിനാൻസിലിട്ട്, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? അറിയത്തില്ല. അപ്പൊ ആ ടോപ്പിക്ക് നമുക്ക് വേണ്ട, അതല്ലായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഭാഗത്തേക്ക് അത് വരുന്നില്ല തൽക്കാലം. എന്തായാലും ഇങ്ങനെ ആരെങ്കിലും ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുക. അയാളൊന്ന് കൃത്യമായിട്ട്, അതായത് ക്രിപ്റ്റോ കറൻസി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിനാൻസ് പോലെയുള്ള ഇടുന്ന ഈ മീഡിയേറ്റേഴ്സ് ഏതാണെന്ന്, ആ വെബ്സൈറ്റ് ഏതാണെന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. അതെന്തായാലും ഞാനത് വിട്ടു, സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ഇപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും VIP കോളുകൾ നിങ്ങൾക്ക് വരാറുള്ള ഫോൺ കോളുകൾ, നിങ്ങൾക്ക് അനോണിമസ് ആയിട്ടുള്ള കുറച്ച് ഫോൺ കോളുകൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണിലേക്ക് കുറച്ചധികം നമുക്ക് കണ്ടിന്യൂസ് നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് പല നമ്പറിൽ നിന്ന് വിളിക്കുന്നു. ഒരു നമ്പർ വിളിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നു, മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യാറുള്ളൂ സാധാരണ? അങ്ങനെ ആരെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യുമോ? അല്ലേ? നമ്മൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ അയാൾ വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കും. അപ്പൊ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത് ഏറ്റവും കൂടുതൽ പരാതി വരുന്ന ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം. നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ പല സമയങ്ങളിലും നമ്മളെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നമുക്ക് ഫോൺ കോൾ വാട്സാപ്പിലായാലും അല്ലെങ്കിൽ വോയിസ് കോൾ ആണെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്താൽ അയാൾ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നു. ശരിയല്ലേ? പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എടുത്തിട്ട് ചിലപ്പോൾ അയാളെ വെച്ചിട്ട് പോടാന്ന് പറയും, ചീത്ത പറയും. അപ്പൊ അവൻ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, റിസീവ് ചെയ്യാൻ പാടില്ല, റിജക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബെല്ലങ്ങ് ഓഫ് ചെയ്താൽ മാത്രം മതി. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ആ മറുതലക്കിരിക്കുന്ന ആൾക്കറിയാൻ സാധിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്തു, നമ്മൾ ലൈവാണ്, അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. റിജക്ട് ചെയ്താലും അറിയാൻ സാധിക്കും, നമ്മൾ ലൈവാണ്, നമ്മൾ അവിടെ ഉണ്ടെന്നറിയാം. കോൾ അറ്റൻഡ് ചെയ്താലും അറിയാം നമ്മൾ ലൈവാണെന്ന്. ശരിയല്ലേ? അപ്പൊ അവർ മറ്റു മാർഗത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ബെൽ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ, ബെല്ലങ്ങ് ഓഫ് ചെയ്താലോ? ഈ ബെല്ലടിക്കുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഇറിറ്റേഷൻ. ശരിയല്ലേ? ആ ബെല്ലങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീർന്നു. അപ്പൊ 1-2 തവണ ബെല്ലടിച്ച് അവിടെ അവസാനിക്കും. ഇല്ലെങ്കിൽ നമുക്കിത് സ്ഥിരമായിട്ട് ശല്യമായി വന്നുകൊണ്ടിരിക്കും.
അവർ നമ്മൾ വിടില്ല. ഇതിനകത്ത് കാരണം വേറെ ഒന്നുമില്ല, നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശല്യപ്പെടുത്തി നമ്മളെ ട്രാപ്പിലാക്കുക എന്നുള്ളതാണ്. ട്രാപ്പിലാക്കുക വെച്ചാൽ പണം നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലായി? ശല്യപ്പെടുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മളിപ്പോൾ കണ്ടുവരുന്ന കേസ് ഇതേപോലെ ശല്യപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഇൻ കേസ് നമ്മൾ എടുത്തു, നമ്മൾ തീരെ സഹിക്കാതെ വന്നപ്പോൾ എടുത്തിട്ട് ചീത്ത പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഒരു വീഡിയോ കോളാണ് വരുന്നത്. വീഡിയോ കോൾ വരുമ്പോഴത്തേക്കായിരിക്കും നമ്മളെടുത്ത് ചീത്ത പറയുന്നത്. അപ്പൊ എന്താ പറ്റുന്നത്? വീഡിയോ കോളിൽ നമ്മളെടുത്ത് ചീത്ത പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് പറ്റും? നമ്മളുടെ ഫേസ് അവിടെ കിട്ടിയോ? നമ്മളുടെ മുഖം അവിടെ കിട്ടി. മുഖം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ പിന്നെ നെക്സ്റ്റ് ആയിട്ട് അടുത്ത ചെയ്യുന്ന പരിപാടി എന്താണ്? നമ്മളുടെ ഫോട്ടോയും വേറെ ഏതെങ്കിലും ഒരു ന്യൂഡ് ഫോട്ടോ ആയിട്ട് വെച്ചിട്ട് നമുക്കൊരു വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ട് തരികയാണ്, നിനക്കെതിരെ ഞാൻ അപവാദ പ്രചരണം ആരംഭിക്കും, അല്ലെങ്കിൽ ഇത്ര രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇടുക. എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്കൗണ്ടിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അവന്റെ അക്കൗണ്ട് അല്ല, ഒരിക്കലും അവന്റെ അക്കൗണ്ട് ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പാവങ്ങൾക്ക് ഗൾഫിൽ നിന്ന് അയച്ചു തന്ന പൈസ കൊണ്ടു കൊടുക്കേണ്ട അക്കൗണ്ട് ആയിരിക്കും അത്. അവിടെ ആ അക്കൗണ്ട് ആയിരിക്കും നമ്മളിലേക്ക് തരുന്നത്. മനസ്സിലായോ? നമ്മൾ ആ പൈസ ആദ്യം ചിലപ്പോൾ നമ്മളോട് പറയുന്ന 10,000 രൂപ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ഈ പോസ്റ്റുകൾ മൊത്തം വാട്സാപ്പിലൂടെ മുഴുവൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറയും. ഉടനെ 10,000 രൂപ ചിലപ്പോൾ ആദ്യത്തെ വട്ടം നമ്മൾ ചിലപ്പോൾ കാശുള്ളവനാണെങ്കിൽ 10,000 രൂപ എടുത്ത് കൊടുക്കും. അന്നേരം തന്നെ നോക്കുകയല്ല. കാര്യം വെച്ചാൽ നമുക്ക് വളരെ ഈസി ആണല്ലോ. നേരത്തെ ഫാദർ പറഞ്ഞ പോലെ കൈ കൊണ്ടിങ്ങനെ തട്ടിയ ഉടനെ 10,000 ലക്ഷങ്ങൾ നമ്മളുടെ ഫോണിൽ നിന്ന് പോവുകയാണ്. മനസ്സിലായോ? നേരത്തെ അങ്ങനെയല്ലല്ലോ. നേരത്തെ നമ്മൾ ബാങ്കിൽ പോയിട്ട് ചെക്ക് ലീഫ് എഴുതി കൊടുക്കണം, ഇല്ലെങ്കിൽ വിഡ്രോവൽ സ്ലിപ്പ് എഴുതി കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ പോകുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ എഴുതി കൊടുക്കണമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഫോണിൽ ടച്ച് ചെയ്ത ഉടനെ ലക്ഷങ്ങൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കരുതൽ ഉണ്ടാവണം ഈ ടച്ച് ചെയ്ത് വിടുമ്പോഴത്തേക്ക്. നമുക്ക് എപ്പോഴും പറ്റുന്ന കാര്യം ഇതുപോലുള്ള ടാസ്ക് അല്ലെങ്കിൽ ഓൺലൈൻ ചതികൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല. അവര് പറയുന്നതാണ്, അവരാണ് ആ നിൽക്കുന്ന നമ്മളുടെ മുന്നിൽ ആ സ്ക്രീനിൽ ഇരിക്കുന്നയാളാണ് നമ്മളുടെ അഡ്വൈസർ എന്നുള്ള ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കേസിലും അത് തന്നെയാണ്. ആ മുന്നിലിരിക്കുന്ന ആള് പറയുന്ന അനുസരിച്ചാണ് ചെയ്യുന്നത്. അയാൾ പറയുന്നു 1000 രൂപ ഇടണം, അയാൾ പറയുന്നു അവിടെ ക്ലിക്ക് ചെയ്യാൻ പറയുന്നു, അയാൾ പറയുന്ന അനുസരിച്ച് ചെയ്യുക. ആ ലെവലിലേക്കായി പോകും നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നമ്മൾ കഴിവതും ആവശ്യമില്ലെങ്കിൽ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ. ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പം ചിലപ്പോൾ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ടാകും, മെസ്സഞ്ചർ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, നിങ്ങൾ ഇന്റർനെറ്റിൽ കയറാതിരിക്കും. ഇനി അതേപോലെ തന്നെ മറ്റൊരു കേസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങാറുണ്ടോ? ക്രെഡിറ്റ് കാർഡ് ഉള്ളവരുണ്ടോ ഇതിനകത്ത്? ഇല്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ബേസിൽ പലർക്കും നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും, ആ ക്രെഡിറ്റ് കാർഡ് സാർ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്ക്, SBIയുടെ അല്ലെങ്കിൽ ICICIയുടെ ഏത് ബാങ്കിനാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്ക്, നമുക്ക് 55 ദിവസം വരെ തിരിച്ചടവിന് ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇന്ന ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് കാർഡ് എടുപ്പിക്കും. പല ആൾക്കാർക്കും ഇത് ആവശ്യമുണ്ടാവില്ല. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം ഇവർക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കേട്ടപ്പോൾ നമ്മൾ കരുതും, ആ കൊള്ളാമല്ലോ, എന്നാ ഇരിക്കട്ടെ, ഒരെണ്ണം വാങ്ങും. ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നു, നമ്മൾ പോരുന്നു. ക്രെഡിറ്റ് കാർഡിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ SBI ബാങ്കിലാണെങ്കിൽ നമ്മൾ പറയും SBIയുടെ ക്രെഡിറ്റ് കാർഡാണ് എന്ന് പറഞ്ഞു ബാങ്കിൽ ചെന്നിരുന്നായിരിക്കും ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് തരുന്നത് ഒരിക്കലും ബാങ്ക് അല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രെഡിറ്റ് കാർഡ് തരുന്നത് ബാങ്ക് അല്ല, ഒരു തേർഡ് പാർട്ടിയാണ്. നമ്മൾ പോയിരുന്ന് എഴുതുന്നത് SBIയുടെ ഓഫീസിലാണ്. ഈ കാർഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അറിയാം, മാനേജർ അന്നേരം പറയും ഇത് ഞങ്ങളല്ല ചെയ്യുന്നത്, വേറൊരാളാണെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ ആരാണോ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചതെന്ന് നമ്മുടെ കാർഡുമായി നമ്മൾ സമീപിച്ചത് ആ ആളുടെ അടുക്ക തന്നെ വേണം നമ്മളത് ക്യാൻസൽ ചെയ്യാനായിട്ട് ചെല്ലുവാനായിട്ട്. അയാളെ കൊണ്ട് തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യിപ്പിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും പോലീസിന്റെ സഹായം സ്വീകരിക്കാം. അല്ലാതെ നിങ്ങൾ യാതൊരു കാരണവശാലും ഗൂഗിളിൽ നമ്പർ സെർച്ച് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മളുടെ ഒരു പ്രത്യേകതയാണ്, എന്ത് സംശയം വന്നാലും നേരെ ഗൂഗിളിലേക്ക് പോകും. ശരിയല്ലേ? ഒരു നമ്പർ, റെയിൽവേ സ്റ്റേഷൻ നമ്പർ അറിയില്ല, ആ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും എന്ന് പറയും. ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ റെയിൽവേ സ്റ്റേഷൻ നമ്പർ കിട്ടും, പക്ഷെ ശരിയാവണമെന്നില്ല. അതിന് റെയിൽവേയുടെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ നമ്പറുകൾ ഉണ്ടാവും, അതിനകത്തുനിന്ന് എടുക്കുക. അതല്ലാതെ നമ്മൾ ഗൂഗിളിൽ ഓപ്പൺ ആയിട്ട് സെർച്ച് ചെയ്തൊരു നമ്പർ എടുത്താൽ അത് ഫ്രോഡ് നമ്പറുകൾ തന്നെയായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റിയിട്ടുള്ള ഈ ക്രെഡിറ്റ് കാർഡുകളുടെ കേസിലാണ്. പലരും ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ബാങ്കിൽ പോകും. ബാങ്കിൽ പോയിട്ട് ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കും. മാനേജർ പറയും ഞാൻ ഫോർവേഡ് ചെയ്തേക്കാം എന്ന് പറയും. അവിടെ വാങ്ങി വെക്കും. ക്യാൻസൽ ആവാതെ വരും. അടുത്ത മാസം വീണ്ടും ബാങ്കിന്റെ ഒരു ഇന്റിമേഷൻ നമുക്ക് വരുന്നു, നിങ്ങളെ ക്രെഡിറ്റ് കാർഡിന്റെ ഇത്ര രൂപ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ ഫൈൻ നമുക്ക്
ഒരു വർഷത്തെ ടാക്സ് ഉണ്ടാവും. ഒരു 230 രൂപ 250 രൂപയൊക്കെ ടാക്സ് ഉണ്ട്. നമ്മൾ ക്യാൻസൽ എഴുതി കൊടുത്തു, ഒരു വർഷം കഴിയുമ്പോഴത്തേക്കായിരിക്കും വരുന്നത് 500 രൂപ അല്ലെങ്കിൽ 200 രൂപ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഫണ്ടാണ്. അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ഇതുവരെ ക്യാൻസൽ ആയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാൻ പറയും. ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന് നോക്കുന്നത് എന്താ, ക്രെഡിറ്റ് കാർഡിന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ 1800 തുടങ്ങുന്ന കുറച്ച് നമ്പറുകൾ കാണും. ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ പോകുന്നത് ഈ നമ്പറുകൾ കൂടുതലും ഇട്ടിരിക്കുന്നത് ഈ കംബോഡിയ പോലുള്ള ടീമിലുള്ള ആൾക്കാരായിരിക്കും. മനസ്സിലായോ? പുറത്ത് വിദേശത്തിരുന്ന് അവർ ഉടനെ തന്നെ പറയുകയാണ് ആ ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്ത് തരാം, ഞാനിപ്പോൾ ഒരു ഫോം ഇട്ട് തരാം സാർ, അത് ഫില്ല് ചെയ്ത് അയച്ചോ എന്ന് പറയും. ഉടനെ ഒരു ഫോം ഇട്ട് തരുന്നു, നമ്മൾ ഫില്ല് ചെയ്യുന്നു, ആ കാർഡിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡ്, ഡെബിറ്റ് കാർഡ് ആവട്ടെ ക്രെഡിറ്റ് കാർഡ് ആവട്ടെ, ആ കാർഡിന്റെ ഇന്റർനാഷണൽ പർച്ചേസിന് OTP വരുമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ ATM കാർഡ് ഇല്ലാത്തവരാരും കാണില്ല, എല്ലാവരുടെയും കയ്യിൽ ATM കാർഡ് കാണും. ATM കാർഡിന് CVV എന്ന് പറഞ്ഞ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട്, കണ്ടോ? ഫ്രണ്ടിൽ ഒരു നമുക്ക് 16 അക്ക നമ്പർ അല്ലെ 14 അക്ക നമ്പർ ഉണ്ടാവും. ആ നമ്പറും ആ ബാക്കിലത്തെ നമ്പറും അതിൽ എഴുതിയിരിക്കുന്ന പേരും, അതായത് ആ കാർഡിന്റെ ഒരു ഫോട്ടോ, എക്സ്പയറി ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ നടത്താൻ പറ്റും നിങ്ങളുടെ കാർഡ് വെച്ച്. കാര്യം അത് പലരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു ATM കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഡെബിറ്റ് കാർഡ് ആവട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, നിങ്ങളത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അതിന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ബാങ്കിൽ അത് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിടണം. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ട സമയത്ത് അത് എനേബിൾ ആക്കിയാൽ മതി. അല്ലാത്ത സമയത്ത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇല്ലെങ്കിലുള്ള ദോഷം എന്താണ്? നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത് നമ്മൾ പോലും അറിയില്ല. നോർമലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഒരു OTP വരുമ്പോഴാണ് അറിയുന്നത്. ഇത് OTP വരില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, നമ്മളുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ചയിൽ നമുക്ക് വരുന്ന എമൗണ്ട് അത്ര വലുതാണ്. ഈ പൈസ നഷ്ടപ്പെട്ടതായിട്ടുള്ള എമൗണ്ട് നമുക്ക് വരുന്നത് അത്ര വലുതാണ്. അതുകൊണ്ടാണ് ഇതെടുത്ത് ഞാൻ ഇവിടെ എടുത്ത് പറയാനായിട്ട് കാരണം. ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ 2-3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ വീഴാതിരിക്കാൻ സാധിക്കും. അതായത് പൈസ നഷ്ടപ്പെടാതിരിക്കാനും നമ്മളുടെ ഈ കുട്ടികളുടെ ഭാവിയും സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കും. കാര്യം വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഞാൻ ക്ലാസ്സുകളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെമിനാറുകളിൽ പോയി കഴിഞ്ഞാൽ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിനകത്തുള്ള ദോഷവശങ്ങളുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ വ്യാപകമായ രീതിയിൽ ഇത് വന്നുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ കുട്ടികൾ ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ എപ്പോഴും നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പോയിട്ട് ഗൂഗിൾ പേ, നിങ്ങൾക്കൊരു ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് പൈസ വരികയാണെങ്കിൽ എവിടെ നിന്നാണ്? പലരും ഇന്നലെ ഒരു ഫോൺ കോൾ വന്നു, സാർ എനിക്ക് 2000, 3000, 4000 ഒക്കെ വെച്ചിട്ട് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഇത് വേറെ ആരോ അയച്ചു കൊടുക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാളുടെ അക്കൗണ്ട് ഫ്രീസായി പോകും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അനോണിമസിലി ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മളുടെ അക്കൗണ്ട് മൊത്തം ഫ്രീസായി പോകും, നമുക്ക് പൈസ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇത് വളരെയധികം നമ്മളെ ബാധിക്കും. നിങ്ങൾക്കറിയാം, ഈ 300 രൂപ പോയി, ഞാൻ പറഞ്ഞു നേരത്തെ ചപ്പാത്തി മേടിക്കാൻ പോയ കാര്യം ഞാൻ പറഞ്ഞു. അയാൾക്ക് പറ്റിയ കേസ് എന്താണെന്നറിയോ? അയാൾക്ക് 300 രൂപയല്ല വലുത് വന്നത്, അയാളുടെ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് ആ അക്കൗണ്ടിലേക്കാണ് വന്നത്. 300 രൂപ വന്നപ്പം ആ അക്കൗണ്ട് ഫ്രീസായി. അതുകൊണ്ട് എന്ത് പറ്റി? ആ 10 ലക്ഷം രൂപ കൂടി അയാൾക്ക് എടുക്കാൻ പറ്റാതായി പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യം വളരെ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോളാം. എല്ലാവർക്കും അക്കൗണ്ട്, പ്രായമായ ആൾക്കാർക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. കാര്യം വെച്ചാൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് സ്കീം അനുസരിച്ച് പൈസ വരുന്നതും അങ്ങനെ പല സ്കീമുകളിൽ പൈസ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് നിലവിൽ നിങ്ങൾ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. കാര്യം വെച്ചാൽ പലരും അറിയാതെ അക്കൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിനകത്ത് പൈസ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നൈ പോയി പിടിച്ച മുത്തുരാജ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എടുത്തത് ഇതേപോലെ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 1000 രൂപ അടച്ചിട്ട് ഒരു അക്കൗണ്ട് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ അവന്റെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ ഒരു ദിവസം 4 കോടി രൂപ വെച്ചായിരുന്നു. അപ്പം അവൻ അറിയുന്നില്ല, അവൻ പോലും അറിയുന്നില്ല അവന്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നു പോകുന്നുള്ള. ഇതിന്റെ ATM കാർഡ് വേറൊരാൾ യൂസ് ചെയ്യായിരുന്നു, അയാളാണ് പൈസ മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഇത് കൊടുക്കരുത് അതെന്നുള്ള കൂടി കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന മറ്റൊരു കേസാണ് മറ്റേ കോഴിക്കുഞ്ഞുങ്ങൾ, കരിങ്കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു.
അതിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ വരും. പിന്നെ അതുപോലെ തന്നെ നടരാജ് പെൻസിലിന്റെ കേസ്, അതിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ഇത്ര പാക്കറ്റ് പെൻസിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഫ്രോഡ് പണികൾ വരുന്നുണ്ട്. അപ്പം അതിനകത്തൊന്നും വീഴരുത്. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ നോക്കരുത് എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മളുടെ കയ്യിൽ പണം വന്നു ചേരാനായിട്ട് നിങ്ങൾ ഇടപെടുത്തരുത്. അങ്ങനെ വന്നാൽ തന്നെ നമുക്കത് കിട്ടില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇത് വിശദമായിട്ട് പറയാനുള്ള ഒരു സമയം നമുക്ക് പിന്നീട് ഒരു ക്ലാസ് എവിടെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇന്നത്തെ ഇത് നമുക്ക് മറ്റൊരു വേദിയായിപ്പോയി. അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രോഗ്രാം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്.